പോർച്ചുഗലിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഇനി എങ്ങനെയാണ്? ഇനിയും പ്രതീക്ഷ വെക്കണോ? പലരും ചോദിക്കുന്ന ചോദ്യമാണത്. പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് അതിന് പറഞ്ഞ മറുപടി തീർച്ചയായിട്ടും പ്രതീക്ഷ വെക്കണം. ഞങ്ങളുടെ ടീം ഓരോ കളിയിലും മികവ് കാണിച്ചുകൊണ്ട് വരികയാണ്, ഇവോൾവ് ചെയ്ത് വരികയാണ്. കൊളംബിയക്കെതിരെയുള്ള കളി ആ ടെസ്റ്റ് അനിവാര്യമായിരുന്നു. അങ്ങനെയുള്ളൊരു ടീമിനോട് എങ്ങനെ കളിക്കാം എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയ ഒരു കളിയാണത്. അതുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതി എന്ന് റോബർട്ടോ മാർട്ടിനസ് പറയുന്നുണ്ട്. ഗ്രൂപ്പിൽ ഇപ്പോൾ 2ാം സ്ഥാനക്കാരായിട്ടാണ് പോർച്ചുഗൽ മുന്നോട്ട് പോകുന്നത്. ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായിട്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല എന്നും കോച്ച് പറയുന്നുണ്ട്. ഇനിയുള്ള പോർച്ചുഗലിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? കുറച്ച് ടഫാണ്. അർജൻറ്റീനയ്ക്കെതിരെ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടാനില്ല ഇനി, പക്ഷേ മറുവഴിയിലൂടെ പോകുമ്പോൾ ഒട്ടും എളുപ്പമല്ല. അടുത്ത കളി ക്രൊയേഷ്യക്കെതിരെയാണ്, റൗണ്ട് ഓഫ് 32. ക്രൊയേഷ്യയുടെ ഇപ്പോഴത്തെ ഫോമൊക്കെ വെച്ച് നോക്കുമ്പോൾ പോർച്ചുഗലിന് അധികം ബുദ്ധിമുട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റിയേക്കാം. എന്നാൽ പിന്നെയോ റൗണ്ട് ഓഫ് 6 ഒരു പക്ഷേ സ്പെയിൻ വന്നേക്കും. കഴിഞ്ഞില്ല, ക്വാർട്ടർ ഫൈനലിലേക്ക് വരുമ്പോൾ ബെൽജിയം അല്ലെങ്കിൽ യു എസ് എ ഇപ്പോൾ നല്ല കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് സെമി ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ഫ്രാൻസ് വരാൻ സാധ്യത. ഒരു കാര്യം, ഫൈനലിൽ മാത്രമാണ് അർജൻറ്റീനയെ നേരിടേണ്ടി വരികയുള്ളൂ. അർജൻറ്റീന, ബ്രസീൽ, ഇംഗ്ലണ്ട് ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഫൈനലിൽ മാത്രമേ വരികയുള്ളൂ. ഇനിയിപ്പോൾ അർജൻറ്റീന പോർച്ചുഗൽ ഫൈനലിൽ വരുമോ? ഒരു ഡ്രീം ഫൈനൽ. അങ്ങനെ ലിയോ മെസ്സി ഒരു ഭാഗത്തും ക്രിസ്ത്യാനോ മറുഭാഗത്തും ഉണ്ടായിക്കൊണ്ട് ഒരു ലാസ്റ്റ് ഡാൻസ് അതിൻ്റെ പീക്കിൽ നമുക്ക് കാണാൻ പറ്റുമോ? അറിയില്ല. ഏതായാലും ക്രിസ്ത്യാനോ ആദ്യ കളിയിൽ ഗോളടിച്ചില്ല, 2ാം കളിയിൽ ഇരട്ട ഗോളടിച്ച ഐ ആം ബാക്ക് എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ കൊളംബിയ ഒന്നിനും സമ്മതിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യാനോ. അതേസമയം റൂബൻ ഡയസിൻ്റെയും വെയ്ഗയുടെയും മികച്ച ഡിഫെൻഡിങ്ങും ഗോൾ കീപ്പർ ഡിയേഗോ കോസ്റ്റയുടെ മികച്ച സേവുകളുമാണ് ടീമിനെ രക്ഷപ്പെടുത്തിയത് എന്ന് റോബർട്ടോ മാർട്ടിനസ് പോലും സമ്മതിക്കുന്നുമുണ്ട്. പിന്നെ ക്രിസ്ത്യാനോക്ക് റെക്കോർഡ് ബുക്കിൽ ഇടം കിട്ടിയിട്ടുണ്ട്. അത് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഓഫ് സൈഡായ താരങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. ഏറ്റവും അധികം ഓഫ് സൈഡായത് റോബിൻ വാൻ പേഴ്സിയാണ്, 25 തവണ. ഹോളണ്ടിൻ്റെ താരം റോബിൻ വാൻ പേഴ്സി. രണ്ടാമതിപ്പോൾ തിയറി ഹെൻറിക്കൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയും 22 ഓഫ് സൈഡുകൾ.